പപ്പിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല. അതെന്താ പപ്പിയെ കൊണ്ടുവരാഞ്ഞത്? എന്താടാ? അത് പപ്പിയെ ശ്യാമ വിട്ടില്ല. എടാ, ശ്യാമ കുട്ടിയെ വിട്ടു തരില്ലെന്ന് പറഞ്ഞപ്പോ നീ അതും കേട്ടോണ്ട് ഇങ്ങ് പോന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ കിടന്ന് അടി കൂടാൻ പറ്റുമോ? എന്ത്? എടാ രോഹിത്, പപ്പി നിൽക്കേണ്ടത് ഈ വീട്ടിലാ, നിനക്കറിയോ? അവളെ വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ. പക്ഷെ പപ്പി മോളെ നീ നിർബന്ധമായിട്ടും വിളിച്ചോണ്ട് വരണമായിരുന്നു. രോഹിത് ശ്രമിച്ചതാ സത്യാമ്മേ, പക്ഷെ ശ്യാമ വിട്ടില്ല. അഹങ്കാരം അവൾക്ക്. എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആളില്ലെന്നുള്ള അഹങ്കാരം. രണ്ടെണ്ണം അവൾക്ക് പൊട്ടിച്ചിട്ട് കൊച്ചിനെ എടുത്തോണ്ട് വരികയായിരുന്നു വേണ്ടത്. ഇനിയിപ്പോ ഇതിന്റെ പേര് ഒരു ബഹളത്തിന് നിൽക്കണ്ട. 1-2 ദിവസം നിക്കട്ടെ, എന്നിട്ട് പോയി വിളിക്കാം. അപ്പൊ കൊച്ചിനെ തള്ളയുടെ വാശിയും വൈരാഗ്യൊക്കെ തണുക്കുകയും ചെയ്യും. സത്യമേ, ഇനി എന്തായാലും ഞാൻ അങ്ങോട്ടില്ല. വിളിക്കാൻ പോയി കൂട്ടിക്കൊണ്ടുവരേ, എന്താന്ന് വെച്ചാ ചെയ്യേ. പ്ലീസ്, എന്നെ കൊണ്ട് കഴിയില്ല, ക്ഷമിക്കണം. ഞാൻ ഇനി ഒന്നിനുമില്ല. എടാ, ഇവനിത് എന്തു പറ്റി? അവൾ അവിടുന്ന് കുറച്ച് ഒച്ച വെച്ചപ്പോ അവനിങ്ങ് ചാടി ഓടി പോന്നു. അച്ഛൻ പറഞ്ഞ പോലെ 2 ദിവസം കഴിയട്ടെ, നമുക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യും. സ്വാമി, അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ സ്വാമി കൂടി കാര്യമായി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും കാര്യമാക്കില്ല, ഗവനിക്കേയില്ല. എനിക്കതോർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ഡോക്ടർമാരുടെ ഭാഷയല്ലേ, അവരങ്ങനെ പറയൂ. മഹേന്ദ്ര സാറിന് ഒരു കുഴപ്പവുമില്ല, ഒരാപത്തും ഇനി അദ്ദേഹത്തെ തടി വരികയുമില്ല. ശിവൻകുഞ്ഞിന്റെ ഇപ്പോഴത്തെ മാറ്റത്തില് മഹേന്ദ്ര സാറിന് വലിയ സന്തോഷവും ആശ്വാസവും ഉണ്ട്. ആ രീതിയിലുള്ള പ്രകടനമാണല്ലോ ശിവൻകുഞ്ഞ് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ മുന്നിൽ നടത്തിയത്. എന്നിട്ട് പറയും പോലെ ആളെവിടെ? ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് നോക്കിയേ. അച്ഛൻ സുഖമില്ലാതിരിക്കല്ലേ, എന്തെങ്കിലും പോയി 2 വാക്ക് സംസാരിച്ചാ അദ്ദേഹത്തിന് അതൊരു ആശ്വാസമാവുമായിരുന്നു. അങ്ങനൊന്നും ചെയ്യില്ല. 2 പേർക്കും വാശിയല്ലേ, ഇവരുടെ ഇടയിൽ ഞാനും. എന്താ സ്വാമി, പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഹേയ്, ഒന്നുമില്ല കുഞ്ഞേ. ശിവ, കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഞാൻ കഴിച്ചു. എവിടുന്ന് കഴിച്ചു? പുറത്തുനിന്ന് കഴിച്ചു. എടാ, ഞാൻ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? എന്നെ കരുതി മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ളവർക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എനിക്കും. എടാ, അങ്ങനെയാണോടാ നീ കരുതിയിരിക്കുന്നേ? നോക്ക്, എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അമ്മേ, അത് പിന്നെ അതെ, ഇനി ഇതിന്റെ പേരിൽ അമ്മയും മകനും തമ്മിൽ തല്ലു പിടിക്കണ്ട. ഇന്ന് ശിവൻകുഞ്ഞ് പുറത്തുനിന്ന് കഴിച്ചെന്നല്ലേ ഉള്ളൂ, എന്ന് വെച്ച് നാളെ മുതൽ അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ഒരു തർക്കവും വേണ്ട. അതല്ല സ്വാമി, എന്നാലും ഇങ്ങനുണ്ടോ? എന്തിനും ഏതിനും തറുതല പറയുന്നത്? ദേ, ഇവന്റെ അച്ഛൻ സുഖമില്ലാതിരിക്കുന്നത് കണ്ടോണ്ട് പോയതല്ലേ ഇവൻ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവൻ ചോദിച്ചോ? എന്റെ അമ്മേ, ഞാനിപ്പോ വന്ന് കേറിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്താ ചോദിക്കേണ്ടത്? അസുഖങ്ങൾ ആർക്കൊക്കെ എപ്പോഴൊക്കെ വരുന്നതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇനി വന്ന അസുഖത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് അച്ഛനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിച്ച് ടെൻഷൻ അടിപ്പിക്കുന്നത്? പിന്നെ എല്ലാരും മരിക്കുന്ന ആൾക്കാർ തന്നെ. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കണം. അല്ലാതെ ദുഃഖിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് ഞാനായാലും അച്ഛനായാലും.
മനമെങ്ങൊഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും